നമ്മൾ ഓൾറെഡി സ്ഫെറിക്കൽ മിറർ എന്താണെന്നും സ്ഫെറിക്കൽ മിററിൽ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയെ പറ്റിയും നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി സ്ഫെറിക്കൽ മിററുമായി ബന്ധപ്പെട്ട മറ്റ് ചില ടേംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് സ്ഫെറിക്കൽ മിററിൻ്റെ ഫോക്കസ് എന്താണ് എന്നുള്ളത്. അതാണ് നമ്മുടെ അടുത്ത ലെക്ചർ. സോ നമ്മൾ നേരിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് സ്ഫെറിക്കൽ മിറർ. നമ്മൾ പഠിച്ചതനുസരിച്ച് സ്ഫെറിക്കൽ മിറർ രണ്ട് തരത്തിലുണ്ട്. കോൺകേവ് സ്ഫെറിക്കൽ മിററും കോൺവെക്സ് സ്ഫെറിക്കൽ മിററും. ഇത് കോൺകേവ് സ്ഫെറിക്കൽ മിററാണ്. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ. ഈ ഭാഗം സെൻറ്ററിലേക്കുള്ള ഭാഗം, കർവ് ചെയ്തിരിക്കുന്ന ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസും, സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ടുള്ള ഭാഗം അല്ലേ, ഇതാ ഇവിടെ ഗ്രീൻ കൊണ്ട് കാണിച്ചിരിക്കുന്നു, സിൽവേർഡ് ആയിട്ടുള്ള ഭാഗം അഥവാ പോളിഷ് ചെയ്ത ഭാഗവുമാണ്. കോൺകേവ് സ്ഫെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം ഇത് റിഫ്ലക്റ്റിംഗ് ആയ ഭാഗവും ഇത് പോളിഷ്ഡ് ആയ സിൽവേർഡ് ആയിട്ടുള്ള ഭാഗവും. ഈ സ്ഫെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മിഡ് പോയിൻറ്റിന് നമ്മളൊരു പേര് പറയും. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പോൾ എന്നാണ്. പി എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, പോൾ. മിഡ് പോയിൻ്റ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് പോൾ പി. അതേപോലെ തന്നെ ഇതൊരു സ്ഫെറിക്കൽ മിററാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്ഫിയറിൻ്റെ, ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ ഗോളത്തിന് അല്ലേ, ഇത് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇവിടെ ഒരു ഗോളമുണ്ട്, ആ ഗോളത്തിൻ്റെ കേന്ദ്രമുണ്ട്, സെൻറ്റർ ഓഫ് എ സ്ഫിയർ. അതിന് നമുക്ക് അല്ലേ, ഈ സ്ഫെറിക്കൽ മിററിൻ്റെ അതൊരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ആ ഗോളത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം സ്ഫെറിക്കൽ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടും. അതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിനെ, മിഡ് പോയിൻറ്റിനെ പറയുന്ന പേരാണ് പോൾ എന്നുള്ളത്. അതേപോലെ ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്റർ, സ്ഫെറിക്കൽ സർഫസ് ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെ സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നും നമ്മൾ പ്രതിപാദിക്കുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും ഈ രണ്ട് പോയിൻറ്റുകളെയും ചേർത്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയാം. മുഖ്യ അക്ഷം, സ്ഫെറിക്കൽ മിററിൻ്റെ പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയാം. പോൾ എന്നുള്ള പോയിൻറ്റും സ്ഫെറിക്കൽ മിററിൻ്റെ മിഡ് പോയിൻ്റാണ്, സ്ഫെറിക്കൽ സർഫസിൻ്റെ മിഡ് പോയിൻ്റാണ് പോള്. പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ജോയിൻ ചെയ്തുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനാണ് ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനെ എനിക്ക് പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയാൻ സാധിക്കും. പ്രിൻസിപ്പിൾ ആക്സിസ്. ഇത് കോൺകേവ് സ്ഫെറിക്കൽ മിററിൻ്റെ കാര്യത്തിൽ. ഞാൻ ഇനി കോൺവെക്സ് സ്ഫെറിക്കൽ മിററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കോൺവെക്സ് സ്ഫെറിക്കൽ മിററിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു, ഇത് റിഫ്ലക്റ്റിംഗ് സർഫസും ഈ ഭാഗം അല്ലേ, സെൻറ്ററിലേക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗം പോളിഷ് ചെയ്തിട്ടുള്ള, സിൽവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗവുമാണ്. ഈ ഭാഗമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ ഭാഗം എവേ ഫ്രം സെൻറ്റർ. ഇതിൻ്റെ കർവ് ഇങ്ങനെയാണ് കർവ് ചെയ്തിരിക്കുന്നത്. കർവ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്, എതിർ ദിശയിലാണ്, എതിർ ഭാഗത്താണ് എന്ത് നടക്കുന്നത്, റിഫ്ലക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് അവിടെയാണ്. ഈ സ്ഫെറിക്കൽ സർഫസിനും ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിനെ ഞാൻ പോൾ എന്ന് തന്നെയാണ് പറയുന്നത്. കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും സ്ഫെറിക്കൽ സർഫസിനെ എനിക്ക് പോൾ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതും ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ആ ഗോളത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം, സെൻറ്റർ, സ്ഫെറിക്കൽ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിട്ട് വരുന്നു. സി എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു സെൻറ്റർ ഓഫ് കർവേച്ചർ. അത് കോൺവെക്സിനും കോൺകേവിനും ഉള്ളതായിട്ട് നമ്മൾ കണ്ടു.
അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും രണ്ടും ഓരോ പോയിന്റുകളാണ്. ഈ 2 പോയിന്റുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിനെ നമുക്ക് പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോൺകേവ് സ്ഫെറിക്കൽ മിറർ ആയാലും കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ ആയാലും അതിനെന്തൊക്കെയുണ്ട്? ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന പോളുണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, പ്രിൻസിപ്പിൾ ആക്സിസ് ഉണ്ട്. 2 പേർക്കും ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. മുകളിലേക്ക് നോക്കൂ. പ്രിൻസിപ്പിൾ ആക്സിസിന് സമാന്തരമായിട്ട്, സമാന്തരം അല്ലേ, സമാന്തരം നമുക്കറിയാവുന്ന വാക്കാണ്. പാരലൽ ആയിക്കൊണ്ട് വരുന്ന എല്ലാ ലൈറ്റ് റേയും എല്ലാ ലൈറ്റ് ബീമും മിററിൽ തട്ടിയതിന് ശേഷം അല്ലേ, കാണുന്നുണ്ട്, മിററിൽ തട്ടിയതിന് ശേഷം തിരിച്ച് അല്ലേ, ആ പ്രതിഭാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റിഫ്ലക്ഷൻ. തട്ടി തിരിച്ച് പ്രിൻസിപ്പിൾ ആക്സിസിൽ തന്നെയുള്ള ഒരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കണ്ടു. എത്ര എണ്ണം വന്നാലും, എത്ര നമ്പർ ലൈറ്റ് റേസ് വന്നാലും എങ്ങനെ ആയിരിക്കണം? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കണം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിക്കൊണ്ട് എത്ര എണ്ണം ലൈറ്റ് റേസ് വന്നാലും മിററിൽ തട്ടിയതിന് ശേഷം മുഖ്യ അക്ഷത്തിലെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആ പോയിന്റിനെയാണ് മുഖ്യ ഫോക്കസ്, സ്ഫെറിക്കൽ മിററിൻ്റെ മുഖ്യ ഫോക്കസ് അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞത്. ഫോക്കസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫോക്കൽ ലെങ്ത് എന്നുള്ളത് ലെങ്ത് ആണ്. ഇതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞത്. അതിനെ നമുക്ക് എഫ് എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാൻ സാധിക്കും. എഫ് എന്നുള്ള അക്ഷരം, ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂ, ഇത് ഞാനൊരു റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രം 2 ലൈറ്റ് റേസ് കാണിച്ചിരിക്കുകയാണ്. 2 റേസ് വരുന്നു. എങ്ങനെ വരുന്നു? മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്നു, പാരലലായിട്ട് വരുന്നു. എന്തിന് പാരലൽ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്നു. ഈ പോയിന്റുകളിൽ തട്ടി, ഞാൻ ആ പോയിന്റിനെ എം എന്നും എൻ എന്നും കാണിച്ചിരിക്കുന്നു. ദർപ്പണത്തിൽ തട്ടിയ പോയിന്റുകൾ എം എന്നും എൻ എന്നും ഞാൻ കാണിച്ചിരിക്കുന്നു. കാണുന്നുണ്ട്. തട്ടിയതിന് ശേഷം റിഫ്ലക്ഷൻ സംഭവിച്ച് എവിടേക്ക് കൂടി യോജിക്കുന്നു? പാരലലായിട്ട് വരുന്ന എല്ലാ ലൈറ്റ് റേസും എല്ലാ ലൈറ്റ് ബീംസും പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു കോമൺ ബിന്ദുവിലേക്ക് കൂടിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ബിന്ദുവിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിററിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. കോൺകേവ് സ്ഫെറിക്കൽ മിററിലേക്ക് വരുമ്പോൾ പാരലലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അവർ തട്ടി ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയല്ല ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, കണ്ട, അതർ സൈഡ്, അപ്പുറത്തെ സൈഡ്, പോളിഷ്ഡ് ആയിട്ടുള്ള സൈഡിലേക്ക്, അവിടെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ശ്രദ്ധിച്ച് നോക്കൂ, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഭാഗം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടോ ഇങ്ങനെ പോകുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാം എവിടുന്ന് പോകുന്ന പോലെ തോന്നുന്നേ? മുഖ്യ അക്ഷത്തിൽ ദർപ്പണത്തിൻ്റെ റിഫ്ലക്റ്റിംഗ് സൈഡിന് അപ്പുറത്തുള്ള സൈഡിൽ നിന്ന് ഒരു പൊതുബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്ന പോലെ ഡൈവേർജ് ചെയ്തു പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും സംഭവിക്കുന്നില്ല, നമുക്ക് തോന്നുന്നത്. ആ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പോയിന്റിൽ നിന്നും അകന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. അത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു പോയിന്റ് തന്നെയാണ്, പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതാണ് മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ. എങ്ങനെ വരുന്ന ലൈറ്റ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്ന ലൈറ്റുകൾ, ലൈറ്റ് റേസ്, ലൈറ്റ് ബീംസ് സ്ഫെറിക്കൽ സർഫസിൻ്റെ അതർ സൈഡിൽ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു ബിന്ദുവിൽ നിന്ന് ഡൈവേർജ് ചെയ്തു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ള വാക്കുകൊണ്ട്, എന്നുള്ള വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺകേവ് സ്ഫെറിക്കൽ മിററിൻ്റെയും
കോൺവെക്സ് സ്പെറിക്കൽ മിററിൻ്റെയും ഫോക്കസ് പരിചയപ്പെട്ടു. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. വെൻ എ പാരലൽ ബീം ഓഫ് ലൈറ്റ്, അല്ലേ, പാരലൽ ബീം എന്ന് പറഞ്ഞാൽ, അല്ലേ, നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുള്ള പ്രതലത്തിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ, പാരലൽ എന്ന് പറഞ്ഞാൽ അതിന് 0 ആംഗിൾ, അല്ലേ, ദർ ഈസ് നോ ആംഗിൾ ഡിഫറൻസ്, 0യിലാണ്. സോ വെൻ എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ഓർ കോൺവെക്സ് മിറർ, രണ്ട് മിറർ ആയാലും എങ്ങനെയാണ് വരുന്നത്, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് വരുന്നത്, അല്ലേ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നു. വെൻ എ പാരലൽ ബീം ഓഫ് ലൈറ്റ്, പാരലൽ ടു ഹൂം, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷത്തിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് മിററിൽ, എന്ത് മിറർ, കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, തട്ടി ഒരു ബിന്ദുവിൽ തട്ടി, ഓരോ ബിന്ദുവിൽ തട്ടുന്നു, തിരിച്ച് ദ റിഫ്ലക്റ്റഡ് റേസ്, ആ തിരിച്ചു പോകുന്ന റേ, റിഫ്ലക്റ്റഡ് റേ കൺവേർജ് ഓർ അപ്പിയർ ടു ഡൈവേർജ്, അതെ ഇതിൽ ശരിക്ക് സംഭവിക്കുന്നുണ്ട്, കൺവേർജ് ചെയ്ത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇതാണെങ്കിൽ നമുക്ക് ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നുന്നു, അതാണ് വ്യത്യാസം. ഇത് കൃത്യമായ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഇതൊരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ആ പോയിന്റിനെ നമുക്ക് എന്ത് വിളിച്ചു, എഫ് എന്ന് വിളിക്കാം, ഫോക്കസ് എന്ന് വിളിക്കാം. ഞാനിതിനെ ക്യാപിറ്റലാണ്, ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഫ് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. എഫ് ഓൺ എ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ മിറർ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു സവിശേഷത കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്, അല്ലേ, ഇത് കോൺകേവ് സ്പെറിക്കൽ മിററാണ്. ഇതിൻ്റെ ഫോക്കസ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, കൃത്യമായിട്ട് ദർപ്പണത്തിൻ്റെ മുന്നിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അത് റിയലാണ്, റിയൽ ഫോക്കസ് ആണ്. ശരിക്കുമുണ്ട്. എവിടെ കാണുന്നു, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, മിററിൻ്റെ മുന്നിൽ, അതിന് വലിയ പ്രാധാന്യമുണ്ട്, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എവിടെയാണ് കാണുന്നത്, ശരിക്കും ഉണ്ടോ, നമുക്ക് കാണാൻ സാധിക്കുമോ, നമുക്ക് തോന്നൽ മാത്രമാണ്. ശരിക്കും നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ആയിരിക്കണം, ഇൻ ഫ്രണ്ട് ആയിരിക്കണം. ഇത് ഇൻ ഫ്രണ്ട് അല്ല, അതുകൊണ്ട് നമുക്കത് റിയൽ അല്ല, പകരം വെർച്വൽ ആണ് എന്ന് പറയാം. വെർച്വൽ എന്ന് പറഞ്ഞാൽ മിഥ്യ, നമ്മുടെ തോന്നലാണ്, നമുക്ക് തോന്നുകയാണ്, അവിടുന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. വെർച്വൽ ആണ് ഫോക്കസ്. അത് എവിടെ ഫോം ചെയ്യുന്നു, ബിഹൈൻഡ് ദ മിറർ, ദർപ്പണത്തിന് പുറകിൽ. അപ്പോൾ നമുക്ക് അത് എഴുതണം, ബിഹൈൻഡ് ദ മിറർ, എവിടെ, ദർപ്പണത്തിന് പുറകിൽ, ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, ഇതാണ് ഫോക്കസിൻ്റെ സവിശേഷതയും. ഇനി ഫോക്കസും റേഡിയസ് ഓഫ് കർവേച്ചർ, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല, അത് ഇവിടുന്ന് നമുക്ക് അതിനെപ്പറ്റി കൂടി പറയാം. റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാൽ എന്ത്, നമ്മൾ പറഞ്ഞു പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോൾ, ഈ പോയിന്റിനെ എനിക്ക് എന്ത് പറയാം, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നും പറഞ്ഞു. പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരത്തിനെ ഞാൻ എന്തു പറയും, ഈ സ്ഫിയറിൻ്റെ, അല്ലേ, സ്പെറിക്കൽ മിറർ ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ സ്ഫിയറിൻ്റെ റേഡിയസ് അല്ലേ അത്, തീർച്ചയായിട്ടും അത് റേഡിയസ് ആണ്. ആ റേഡിയസിനെ, സ്പെറിക്കൽ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് നമ്മൾ പറയുക. 6 ക്യാപിറ്റൽ ലെറ്റർ 6 കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഇവിടെയുമുണ്ട്, ഇതൊരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. എന്ത്, സ്പെറിക്കൽ മിറർ ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. ആ സ്ഫിയറിൻ്റെ റേഡിയസ്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലേ? ഫോക്കസും നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട്, രണ്ടും ലെങ്ത് തന്നെയാണ്. എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം.